കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന സാമ്ര കൺവെൻഷൻ സെന്റർ ഉടമകൾക്ക് കൈമാറി. ഹൈക്കോടതി ഉത്തരവിന്റെ പിറകെയാണ് നടപടി. അടുത്ത മാസം കൺവെൻഷൻ സെന്റർ വീണ്ടും തുറക്കുമെന്ന് കൺവെൻഷൻ സെന്റർ ഉടമ റിയാസ് പറഞ്ഞു. 1 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. 30-ലധികം ബുക്കിംഗ് റദ്ദായെന്നും റിയാസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 8 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്ന സാമ്ര കൺവെൻഷൻ സെന്റർ 1.5 മാസത്തിന് ശേഷം വീണ്ടും തുറന്നിരിക്കുകയാണ്. ഈ സാമ്ര കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനത്തിലുണ്ടായ കേടുപാടുകളെല്ലാം പരിഹരിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി ഈ കൺവെൻഷൻ സെന്ററിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അതിൻ്റെ ഉടമസ്ഥർക്ക് ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് കൺവെൻഷൻ സെന്റർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 29-ാം തീയതി രാവിലെയാണ് ഈ സാമ്ര കൺവെൻഷൻ സെന്ററിലെ യഹോവയുടെ സാക്ഷികൾ എന്ന കൺവെൻഷനിടെ ഒരു സ്ഫോടനമുണ്ടാകുന്നത്. ഈ സ്ഫോടനത്തിൽ 8 പേർ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 സ്ഫോടനങ്ങളാണ് പ്രധാനമായും ഈ സാമ്ര കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ 29-ാം തീയതി രാവിലെ ഉണ്ടായത്. അതിൽ ആദ്യ സ്ഫോടനം നടന്ന സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ ആദ്യ സ്ഫോടനം നടന്ന സ്ഥലത്ത് ടൈലുകളടക്കം ഇളകി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. വളരെ പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടനമായിരുന്നു ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്ത് ആദ്യമുണ്ടായത്. ഇതിനുശേഷം ഈ ഓഡിറ്റോറിയത്തിൻ്റെ മറുവശത്താണ് രണ്ടാമത്തെ സ്ഫോടനം നടക്കുന്നത്. ഈ രണ്ടാമത്തെ സ്ഫോടനം നടന്ന സ്ഥലവും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയും ഈ ആളുകൾ കൊണ്ടുവന്ന അവരുടെ ബാഗുകളും ഒപ്പം തന്നെ വസ്ത്രങ്ങളും മറ്റു പുസ്തകങ്ങളുമെല്ലാം കത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇത്തരത്തിൽ 2 സ്ഫോടനങ്ങളാണ് ഒക്ടോബർ 29-ാം തീയതി രാവിലെ സാമ്ര കൺവെൻഷൻ സെൻറ്ററിൽ ഉണ്ടാകുന്നത്. ഇവിടെ നിലവിൽ അന്വേഷണ ഏജൻസികളുടെ എല്ലാം പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഓഡിറ്റോറിയം അതിൻ്റെ ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും പോലീസ് ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം വിവിധ കേന്ദ്ര ഏജൻസികളും ഒപ്പം തന്നെ സംസ്ഥാന പോലീസും വിശദമായ പരിശോധനയും അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. ബോംബ് സ്ക്വാഡ് അടക്കമെത്തിയുള്ള പരിശോധനകളായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഒപ്പം തന്നെ പ്രതി ഡൊമിനിക് മാർട്ടിനെ അടക്കം ഇവിടെ എത്തിച്ച് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വിശദമായ പരിശോധനകളും അന്വേഷണവും നടത്തിയതിനു ശേഷമാണ് ഈ ഓഡിറ്റോറിയം ഇപ്പോൾ അതിൻ്റെ ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിൽ അറ്റകുറ്റപ്പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ ഓഡിറ്റോറിയത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ സീലിംഗ് അടക്കം കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ AC വെൻറ്റുകളിലടക്കം കാര്യമായ തകരാറുകൾ ഈ സ്ഫോടനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വരും ദിവസങ്ങളിൽ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഉടമസ്ഥർ പങ്കുവയ്ക്കുന്നത്. നമ്മൾക്ക് ഓൾമോസ്റ്റ് ഇവിടെ പണികൾ വരുന്നത് പെയിൻറ്റിങ്ങിൻ്റെ സീലിംഗ് പെയിൻറ്റിങ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ടൈൽസ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ചെയർസ് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആക്ച്വൽ കൗണ്ട് ശരിക്കും ഇന്നലെ തുറന്നു തന്നപ്പോഴാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയേക്കുന്നത് തന്നെ. ഇപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത മാസത്തേക്ക് നമ്മൾ റീ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓൾറെഡി കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ഡാമേജുകൾക്ക് മാക്സിമം പോയ ഒരു 10-15 ലക്ഷം രൂപയിൽ നിൽക്കുമായിരിക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രോഗ്രാം ക്യാൻസലേഷനാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ എബവ് 1 crore നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് ഈ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ഈ ഓഡിറ്റോറിയം തുറന്നു നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ഒരു സ്ഫോടനമാണ് കളമശ്ശേരിയിലെ സാമ്ര കൺവെൻഷൻ സെൻറ്ററിൽ ഒക്ടോബർ 29-ാം തീയതി ഉണ്ടാകുന്നത്. ഏകദേശം 2000-ഓളം ആളുകൾ പങ്കെടുത്ത കൺവെൻഷനായിരുന്നു. ആ ആളുകളുടെ ചെരുപ്പുകളും ഒപ്പം തന്നെ ഈ സ്ഫോടനമുണ്ടായ സമയത്ത് അവർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചോടിയ ഇവരുടെ സാധനങ്ങളുമാണ് ഇവിടെ കിടക്കുന്നത്. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഈ പോലീസിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഓഡിറ്റോറിയം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിരുന്നില്ല. ഇപ്പോൾ ആദ്യമായാണ് ഈ ഓഡിറ്റോറിയം അതിൻ്റെ ഉടമകൾക്ക് തുറന്നു നൽകുന്നത്. നിലവിൽ ഈ ഓഡിറ്റോറിയത്തിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഡൊമിനിക് മാർട്ടിൻ ഈ സംഘടനയോടുള്ള വിരോധത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും ഈ സംഭവത്തിന് ശേഷം 1.5 മാസം കഴിയുമ്പോൾ ഈ ഓഡിറ്റോറിയം തുറന്നു നൽകുന്നു. ക്യാമറ പേഴ്സൺ അക്ഷയ് VS-നൊപ്പം റാഫി കരീം, മീഡിയ 1, കൊച്ചി.